Hello friends, welcome back to my YouTube channel Wonder Kids. ഇന്ന് 4ാം ക്ലാസ്സിലെ പുതിയ ഒരു വീഡിയോയുമായാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും വണ്ടർ കിഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ LSSുമായി ബന്ധപ്പെട്ട അതിന് ചോദിക്കാൻ സാധ്യതയുള്ള ഏതാനും ഗണിത പ്രശ്നങ്ങളാണ്. അപ്പൊ നമുക്ക് ഗണിതത്തിലേക്ക് പോയാലോ? ആദ്യം നമുക്ക് സമയവുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യങ്ങൾ പരിചയപ്പെടാം. നമുക്കെല്ലാം ക്ലോക്ക് നോക്കാനും സമയം നോക്കാനും ഒക്കെ അറിയാം. എങ്കിൽ കൂടി എല്ലാവരും തെറ്റിക്കുന്ന ഒരു മേഖലയാണ് സമയവുമായി ബന്ധപ്പെട്ട കണക്കുകൾ. നമുക്ക് ആദ്യം സമയത്തെ ഒന്ന് പരിചയപ്പെട്ടാലോ? സമയത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് പരിചയമുള്ള കുറെ വാക്കുകളുണ്ട് അല്ലേ? മിനിറ്റ്, സെക്കൻഡ്, മണിക്കൂർ എല്ലാം. നിങ്ങൾക്കറിയോ ഒരു ദിവസം എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണ്? ഒരു ദിവസം എന്ന് പറയുന്നത് 24 കേട്ടോ. ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറുകൾ ചേർന്നതാണ്. എങ്കിൽ ഒരു മണിക്കൂർ എന്ന് പറയുമ്പോഴോ അതിൽ എത്ര മിനിറ്റ് ഉണ്ട്? അതെ, 60 മിനിറ്റ് ചേർന്നതാണ്. 60 മിനിറ്റ് ചേർന്നതാണ് ഒരു മണിക്കൂർ. അതുപോലെ ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 60 ഒരു മിനിറ്റ് എന്ന് പറയുമ്പോൾ 60 സെക്കൻഡ്. ഈ 3 കാര്യങ്ങളും നമുക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറുകൾ ചേർന്നതാണ്. അതുപോലെ ഒരു മണിക്കൂർ എന്ന് പറയുമ്പോൾ അതിൽ 60 മിനിറ്റ് ആണുള്ളത്. ഒരു മിനിറ്റ് എന്നതില് 60 സെക്കൻഡ്. ഇത്രയും എല്ലാവരും ഏത് ഉറക്കത്തിൽ നോക്കിയാൽ പോലും എഴുതാൻ തയ്യാറായിട്ട് വേണം ഇരിക്കാൻ. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? അറിയാത്തവർ ഇതൊന്ന് കുറിച്ച് വെച്ചോളൂ. അപ്പൊ ഇതെല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കാനുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് സെക്കൻഡിൽ വരും, അതിന് മിനിറ്റിലേക്ക് മാറ്റാം. ഒരു ഉദാഹരണം പറയാം. 100 സെക്കൻഡ്. 100 സെക്കൻഡ്. 100 സെക്കൻഡിനെ നമ്മൾ മിനിറ്റിലേക്ക് സെക്കൻഡിലേക്ക് എങ്ങനെ മാറ്റി എഴുതും? നമുക്കറിയാം ഒരു മണിക്കൂർ 100 സെക്കൻഡ് എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് ഒരു മിനിറ്റില് 60 സെക്കൻഡ് അല്ലേ ഉള്ളത്. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. 60 വെച്ച് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ 100 സെക്കൻഡിന് ടീച്ചർ ഇവിടെ എഴുതുകയാണ് 60 സെക്കൻഡ് കൂട്ടണം 40 സെക്കൻഡ് കേട്ടോ. 100 സെക്കൻഡിന് നമുക്ക് എന്ത് എഴുതാം? 60 സെക്കൻഡ് അധികം 40 സെക്കൻഡ്. നമുക്കറിയാലോ 60 സെക്കൻഡുകൾ ചേർന്നാൽ എത്രയാണ്? ഒരു മിനിറ്റ്. അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാം? ഈ 100 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഒരു മിനിറ്റ് 40 സെക്കൻഡ്. ക്ലിയർ ആയപ്പോ എങ്ങനെ എഴുതിയതെന്ന്? ഒരു മിനിറ്റ് 40 സെക്കൻഡ് എന്ന്. 100 സെക്കൻഡിന് നമ്മള് 60 സെക്കൻഡ് അധികം 40 സെക്കൻഡ് എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഈ 60 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം അത് ഒരു മിനിറ്റ് ആണ്. അപ്പൊ നമ്മൾ എന്തെന്ന് എഴുതുന്നു? 100 സെക്കൻഡ് എന്ന് പറയുന്നത് എത്രയാണ്? ഒരു മിനിറ്റ് 40 സെക്കൻഡ്. ക്ലിയർ ആയില്ലേ? ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം. 120 സെക്കൻഡ്. നമുക്ക് എന്തെന്ന് എഴുതാം? 60 സെക്കൻഡ് 60 സെക്കൻഡ്
കേട്ടോ. നോക്കിയേ, 120 സെക്കൻഡിനെ നമ്മൾ 60 സ്പ്ലിറ്റ് ചെയ്തു അല്ലേ. അപ്പൊ 60 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, 1 മിനിറ്റ് പ്ലസ് 1 മിനിറ്റ്. അപ്പൊ നമുക്ക് എന്തെന്ന് കിട്ടുന്നു, 120 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 1 മിനിറ്റും 1 മിനിറ്റും കൂടി കൂട്ടി നമുക്ക് എന്താ കിട്ടുക, 2 മിനിറ്റ് കേട്ടോ. ഇപ്പൊ സെക്കൻഡിനെ നമ്മൾ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പഠിച്ചില്ലേ, ഇതുപോലെ തിരിച്ചും ചോദിക്കും കേട്ടോ. സെക്കൻഡിൽ തന്നിട്ടുണ്ടാവും, അതിനെ മിനിറ്റിലേക്ക് മാറ്റി എഴുതുക. അതിപ്പോ ഇവിടെ ഈ സ്റ്റെപ്പിൽ നമുക്ക് മനസ്സിലാവാം. 60 സെക്കൻഡ് തന്നതിന് നമുക്ക് 1 മിനിറ്റ് ആക്കി എഴുതാം. അപ്പൊ നമുക്ക് 1 മിനിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് അതിനെന്ത് പറയാം, 60 സെക്കൻഡ് എന്ന് എഴുതാം. ഇതുപോലത്തെ ചോദ്യങ്ങൾ നമുക്ക് LSSന്റെ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ടീച്ചറോട് പരിചയപ്പെടുത്താൻ പോകുന്നത്, നമുക്കെല്ലാം സമയം നോക്കാൻ അറിയാം അല്ലെ. അർദ്ധരാത്രി 12 മണി മുതൽ നമ്മൾ AM എന്ന് പറയുന്നു, ഉച്ചയ്ക്ക് 12 മണി നമ്മൾ എന്ത് പറയുന്നു, PM എന്ന് പറയും. ഉച്ചയ്ക്ക് ശേഷം 12 മണിക്ക് ശേഷം വീണ്ടും PM ആണ് അല്ലെ. വീണ്ടും അർദ്ധരാത്രി 12 വരെ PM ആണ്. അതെല്ലാവർക്കും അറിയാം. നമ്മുടെ വീട്ടിലെ ക്ലോക്കുകളൊക്കെ അതനുസരിച്ച് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമുക്കതിനെ പറയാം 12 hours ക്ലോക്ക്, 12 മണിക്കൂർ ക്ലോക്ക് എന്നാണ് നമ്മൾ അതിനെ പറയാം. അതായത് അതിന്റെ സമയം ഇങ്ങനെയായിരിക്കും, 12 AM, 1 AM, 2 AM, 3 AM, 4 AM, 5 AM, 6 AM, 7 AM, 8 AM, 9 AM, 10 AM, 11 AM കഴിഞ്ഞാൽ 12 PM, 1 PM, 2 PM, 3 PM, 4 PM, 5 PM, 6 PM, 7 PM, 8 PM, 9 PM, 10 PM, 11 PM. ഇത്രയും ആണ് നമ്മൾ ഒരു ദിവസം എന്ന് പറയുന്നത്. നോക്കിക്കോ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 കേട്ടോ. ഇതാണ് നമ്മുടെ ഒരു ദിവസം എന്ന് പറയുന്ന 24 മണിക്കൂർ. എന്നാൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയിട്ടുണ്ടാവും അല്ലെ. റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട്, അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോ 13 hours 16 hours എന്നൊക്കെ കണ്ടിട്ടുണ്ടാവും. 13 മണി 14 മണി എന്നൊക്കെ. അതെന്താ വ്യത്യാസം? അതെ, ഇത് 12 മണിക്കൂർ ക്ലോക്ക് ആണെങ്കിൽ നമ്മൾ റെയിൽവേ ടൈം ഒക്കെ പറയുന്നത് 24 മണിക്കൂർ ക്ലോക്കിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. അപ്പൊ നമുക്ക് 24 മണിക്കൂർ ക്ലോക്കില് 12 AM എന്ന് പറയുന്നത് കാണിക്കുക 00 hours ആണ് കേട്ടോ. 0 മണിക്കൂറുകളാണ്. പിന്നെ വീണ്ടും ഇവിടെ 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂർ, 5 മണിക്കൂർ, 6 മണിക്കൂർ, 7 മണിക്കൂർ, 8 മണിക്കൂർ, 9 മണിക്കൂർ, 10 മണിക്കൂർ, 11 മണിക്കൂർ, 12 മണിക്കൂർ. 12 മണിക്കൂർ വരെ നമുക്ക് സുഖമായിട്ട് എഴുതാം. 12 AM, 12 AM എന്ന് പറയുന്നത് 0 മണിക്കൂറാണെന്ന് ഓർത്ത് വെക്കുക. അതൊട്ടും തെറ്റരുത്. ചിലപ്പോൾ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സിനൊക്കെ LSSന് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അവിടെ നിന്ന് നമ്മൾ 1 2 3 സാധാരണ ടൈം പറയുന്ന പോലെ 11 12 മണി, ഉച്ചയ്ക്ക് 12 മണി വരെ നമ്മൾ അങ്ങനെ എഴുതുന്നു. വീണ്ടും ഉച്ചയ്ക്ക് 1 മണി ആയി കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്നത് 13 മണിക്കൂറിനാണ് കേട്ടോ. PM ടൈം എന്ന് പറയുന്നത് PM എഴുതിയ സംഖ്യയുടെ കൂടെ 12 കൂട്ടുക. 1 PM ആണെങ്കിൽ നമുക്കറിയാം 1 + 12 13 hours. അപ്പൊ 2 PM ആണെങ്കിൽ നമ്മൾ പറയും 2 + 12, അപ്പൊ എന്ത് പറയും 14 hours. 3 PM ആവുമ്പോ 15 hours. 4 PM ആവുമ്പോ 16 hours. 5 PM ആവുമ്പോ
70 hours. 6 PM ആവുമ്പോൾ 80 hours. 7 PM ആവുമ്പോൾ 90 hours. 8 PM ആവുമ്പോൾ 20 hours. 9 PM ആവുമ്പോൾ 21 hours. 10 PM ആവുമ്പോൾ 22 hours. 11 PM ആവുമ്പോൾ 23 hours. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഇതിൽ കാണുന്നത് ഇടത് ഭാഗത്ത് എഴുതിയത് നമ്മുടെ AM 12 മണിക്കൂർ ക്ലോക്കിലെ സമയവും വലത് ഭാഗത്ത് എഴുതിയിട്ടുള്ളത് 24 മണിക്കൂർ ക്ലോക്കിലെ സമയമാണ്. അത് എഴുതുന്ന രീതി ടീച്ചർ പറഞ്ഞു. 12 PM നമുക്ക് 12 hours എഴുതാം. 1 PM ആവുമ്പോൾ 1 + 30 1 + 12. 2 PM ആവുമ്പോൾ 2 + 12. 3 PM ആവുമ്പോൾ 3 + 12. അങ്ങനെയാണ് നമ്മൾ 24 hours ക്ലോക്കിലേക്ക് മാറ്റി എഴുതുന്നത്. ഇത് ചോദിക്കാറുണ്ട്. 24 hours ക്ലോക്കിലേക്ക് കൺവേർട്ട് ചെയ്യാനും തിരിച്ചുമുള്ള ചോദ്യങ്ങൾ നമുക്ക് LSSനെ പ്രതീക്ഷിക്കാം. നമ്മൾ 24 മണിക്കൂർ ക്ലോക്കിൽ എങ്ങനെയാണ് സമയം എഴുതാൻ പഠിച്ചു. ഇനി നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം, നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, കണ്ണാടിയിലെ ഒരു ക്ലോക്കിന്റെ പ്രതിബിംബം കണ്ടപ്പോൾ അതിലെ സമയം ഇത്രയായിരുന്നു, യഥാർത്ഥ സമയം എത്ര? അങ്ങനെ ഒരു പ്രശ്നം ടീച്ചറോട് സോൾവ് ചെയ്യാം. നോക്കാം. ചോദ്യം ഇതാണ്: കണ്ണാടിയിൽ ഒരു ക്ലോക്കിന്റെ പ്രതിബിംബം 3:30 ആണ്. എങ്കിൽ യഥാർത്ഥ സമയം എത്ര? ഈ ചോദ്യം കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നുമെങ്കിലും ഇത് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. അതായത് 11:60. നമുക്കറിയാലോ 11 മണിക്കൂർ 60 മിനിറ്റ് ആയിരുന്നാൽ ഓൾറെഡി 12 മണിയാണെന്ന് അറിയാം അല്ലേ? അപ്പൊ ഇത് കിട്ടാനുള്ള എളുപ്പ വഴിയാണിത്. 11:60 നിന്ന് നമ്മൾ എത്ര കുറയ്ക്കുക? 3:30 കുറയ്ക്കുക. 11:60 കുറയ്ക്കണം 3:30. അപ്പൊ നമുക്ക് കിട്ടും 0, 3, 3 11 8 അല്ലേ? അപ്പൊ യഥാർത്ഥ സമയം എത്രയാ? 8:30 ആണ് യഥാർത്ഥ സമയം. ഇനി ഞാൻ പറയാണ്, ഒരു ക്ലോക്കിലെ സമയം 5:25 കാണിച്ചു. 5:25 ആണെങ്കിൽ യഥാർത്ഥ സമയം എത്ര? അപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ്. 11:60 കുറയ്ക്കണം 5:25. അറിയാം 0 നിന്ന് 5 കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ 6 tens ഒരു 10 ഇപ്പുറത്തേക്ക് കൊടുത്തു അല്ലേ? ഇവിടെ 5 tens ആയി. 10 നിന്ന് 5 പോകുമ്പോൾ 5, ഇവിടെ 3, 5 11 ആവാൻ 6. അപ്പൊ യഥാർത്ഥ സമയം 6:35. അപ്പൊ കണ്ണാടിയിലെ പ്രതിബിംബം എന്നുള്ള പ്രശ്നം നിങ്ങൾ എന്ത് ചെയ്യണം? 11:60 നിന്ന് പ്രതിബിംബം എത്രയാണെങ്കിൽ ആ സമയം കുറയ്ക്കുക. അപ്പൊ നമുക്ക് യഥാർത്ഥ സമയം കിട്ടും. ഇങ്ങനത്തെ പ്രശ്നങ്ങളും LSSന് ഉണ്ടാവാറുണ്ട്. ഇനി സമയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ഒരു പ്രായോഗിക പ്രശ്നം നമുക്ക് നിർദ്ധാരണം ചെയ്യാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 33 തൊഴിൽ സഹായം എന്നൊരു പ്രവർത്തനം ഉണ്ട്. അത് ടീച്ചറോട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ഫാക്ടറിയുടെ പ്രവർത്തന സമയം 2 ഷിഫ്റ്റുകളായാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഫസ്റ്റത്തെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് 6 AM to 6 AM മുതൽ 2 PM വരെയാണ്. 2 ഷിഫ്റ്റ് ആയിട്ടാണ് ആ ഫാക്ടറി പ്രവർത്തിക്കുന്നത്.
അതില് ആദ്യത്തെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയും ആണ്. ഇതിന്റെ ഇടയിൽ 45 മിനിറ്റ് റെസ്റ്റ് ഉണ്ട്, വിശ്രമം ഉണ്ട് കേട്ടോ. മനസ്സിലായോ? രാവിലെ 6 to 2 PM ആണ് ടോട്ടൽ വർക്കിംഗ് ഫസ്റ്റ് ഷിഫ്റ്റിന്റെ. അതിൽ 45 മിനിറ്റ്സ് റെസ്റ്റ് ഉണ്ട്. ഇനി രണ്ടാമത്തെ ഷിഫ്റ്റ്, സെക്കൻഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് 2 PM മുതൽ 2 PM to 9:30 PM 9:30 PM വരെയാണ് സമയം. അതില് 35 മിനിറ്റ് വിശ്രമം. ഇങ്ങനെ 2 ഷിഫ്റ്റിൽ പ്രവർത്തിക്കുന്ന ഒരു ഫാക്ടറിയാണ്. ഇനി ഇതില് ചോദ്യം ഇതാണ്, ഫാക്ടറിയുടെ ആകെ പ്രവർത്തന സമയം AM PM. അതായത് ഫാക്ടറി രാവിലെ മുതൽ എത്ര മണി വരെയാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ് ചോദ്യം. അപ്പോ ഫാക്ടറിയുടെ ആകെ പ്രവർത്തന സമയം എത്ര മുതൽ എത്ര വരെ എന്നാണ്. നമുക്കറിയാം അല്ലെ, 6 AM മുതൽ 9:30 PM വരെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ എത്രയാണ്? 6 AM മുതൽ 9:30 PM. 6 AM മുതൽ 9:30 PM വരെയാണ് ഫാക്ടറി പ്രവർത്തിക്കുന്നത്. ഇത് 24 മണിക്കൂർ ക്ലോക്കിൽ 24 മണിക്കൂർ ക്ലോക്കിൽ എങ്ങനെയാ നമുക്കറിയാം അല്ലെ. 6 AM എന്ന് പറയുമ്പോ 24 മണിക്കൂർ ക്ലോക്കിൽ എന്താ കാണിക്കുക? 6 മണിക്കൂർ അല്ലെങ്കിൽ 6 hours മുതൽ 9:30 PM ആണ്. അപ്പൊ 9:30. അപ്പൊ 9ന്റെ കൂടെ നമ്മൾ എത്ര ആഡ് ചെയ്യണം? 12 ആഡ് ചെയ്യണം അല്ലെ. 9ന്റെ കൂടെ 12 ആഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 21. അപ്പൊ എത്ര വരിക? 21 30 മണിക്കൂർ. മനസ്സിലായോ ഇപ്പൊ? അതായത് ഒരു ഫാക്ടറിയുടെ പ്രവർത്തന സമയമാണ് പറഞ്ഞിട്ടുള്ളത്. രാവിലെ 6 മുതൽ വൈകിട്ട് രാത്രി 9:30 വരെയാണ് ഫാക്ടറി പ്രവർത്തിക്കുന്നത്. അത് 24 മണിക്കൂർ ക്ലോക്കിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് എന്തെന്ന് പറയാം? 6 മണിക്കൂർ മുതൽ 21:30 മണിക്കൂർ വരെ. ഇത് മനസ്സിലായില്ലേ? ഇത് നമ്മൾ നേരത്തെ പഠിച്ചു 24 മണിക്കൂർ ക്ലോക്കിൽ എങ്ങനെ സമയം എഴുതാന്ന്. അതനുസരിച്ചിട്ടാണ് ഈ ചോദ്യം. ക്ലിയർ ആയല്ലോ? ഇനി ഫാക്ടറി ആകെ പ്രവർത്തിക്കുന്നത് എത്ര മണിക്കൂറാണ്? അടുത്ത ചോദ്യം എന്താണ്? ഫാക്ടറി ആകെ പ്രവർത്തിക്കുന്നത് എത്ര മണിക്കൂർ? നമുക്കറിയാം രാവിലെ 12 മുതൽ ഉച്ചയ്ക്ക് 12 വരെ നമുക്ക് 12 മണിക്കൂറാന്ന് പറഞ്ഞൂടെ. അതുപോലെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ നമുക്ക് എത്രയാ സമയം? അതായത് ഇത് ടീച്ചർ മാർക്കിയാണേ. ചോദ്യം ഇതാണ്, ഫാക്ടറി ഫാക്ടറി പ്രവർത്തിക്കുന്നത് എത്ര മണിക്കൂറാണെന്നാണ് ചോദ്യം. നമുക്കറിയാം എത്ര മണിക്കൂറാ? 6 AM മുതൽ 9:30 PM വരെയാണ് ഫാക്ടറി പ്രവർത്തിക്കുന്നത്. ഇത് നമുക്ക് കണ്ടെത്താനായിട്ട് അറിയാം. 6 AM to
6 PM അല്ലേ? രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ എത്ര മണിക്കൂറായി? 12 മണിക്കൂർ അല്ലേ? ഇനി നമുക്കറിയാം 6 PM മുതൽ 7 PM വരെ 1 മണിക്കൂർ, 7 PM മുതൽ 8 PM വരെ 1 മണിക്കൂർ, 8 PM മുതൽ 9 PM വരെ 1 മണിക്കൂർ, 9 PM മുതൽ 9:30 PM വരെ എത്രയുണ്ട്? 1 മണിക്കൂറുണ്ടോ? ഇല്ല. അവിടെ എത്രയുണ്ട്? 30 മിനിറ്റ്. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ പോരെ? അപ്പൊ ടോട്ടൽ എത്ര കിട്ടും? 12 അധികം 12 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 1 എന്ന് പറയുന്നത് എത്രയാണത്? മണിക്കൂർ അല്ലേ? മണിക്കൂർ പ്ലസ് 30 മിനിറ്റ്. നമുക്കറിയാം 12 ഒന്നും 13, 13 ഒന്നും 14, 14 ഒന്നും 15. അപ്പൊ എത്ര മണിക്കൂർ ഫാക്ടറി ആകെ വർക്ക് നീ ചെയ്യുന്നു? 15 മണിക്കൂർ 30 മിനിറ്റ്. ക്ലിയർ ആയല്ലോ? ഒരു ഫാക്ടറിയുടെ ആകെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് 6 AM മുതൽ 9:30 PM വരെയാണ്. അതിൽ എത്ര മണിക്കൂറുകളുണ്ട്? 6 AM മുതൽ 6 PM വരെ 12 മണിക്കൂർ, 6 PM to 7 PM 1 മണിക്കൂർ, 7 PM to 8 PM 1 മണിക്കൂർ, 8 PM to 9 PM 1 മണിക്കൂർ, 9 PM മുതൽ 9:30 PM വരെ 30 മിനിറ്റ്. പിന്നെ ഇതെല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ആകെ നമുക്ക് എത്ര കിട്ടും? 15 മണിക്കൂർ 30 മിനിറ്റ്. അപ്പോൾ ഒരു ഫാക്ടറിയുടെ പ്രവർത്തന സമയമാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഫാക്ടറിയുടെ ആകെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് 15 മണിക്കൂർ 30 മിനിറ്റ്. ക്ലിയർ ആയല്ലോ? അപ്പോ ഈ ചോദ്യം കണ്ടോ? അടുത്ത ചോദ്യം ഇതാണ്. ഫാക്ടറി പ്രവർത്തിക്കാത്ത സമയം AM-ലും PM-ലും പറയാൻ. ഇങ്ങനൊരു ചോദ്യം കണ്ട എല്ലാവർക്കും സംശയം തോന്നുന്നത് ഇപ്പൊ എങ്ങനെയാ നമ്മൾ എഴുതാന്നുള്ളത്. നമുക്ക് തന്നിട്ടുള്ള ചോദ്യം എങ്ങനെയാണ്? രാവിലെ 6 AM മുതൽ രാത്രി 9:30 PM വരെ ഫാക്ടറി വർക്ക് ചെയ്യും അല്ലെ? പിന്നെ എല്ലാവരും ജോലി കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഫാക്ടറി വർക്ക് ചെയ്യുമോ? ഇല്ല. അപ്പൊ ഫാക്ടറി പ്രവർത്തിക്കാത്ത സമയം എന്ന് പറയുന്നത് അവിടെ സ്റ്റാഫ് ഒന്നും ഇല്ലാത്ത സമയം. എത്ര മണി മുതലാ? 9:30 PM അല്ലെ? 9:30 PM മുതൽ 6 AM വരെ. ക്ലിയർ ആയല്ലോ? ഇങ്ങനെ ചോദ്യം കണ്ട് എല്ലാവർക്കും സംശയം തോന്നും ഫാക്ടറി പ്രവർത്തിക്കാത്ത സമയം നമ്മൾ എങ്ങനെ AM-ലും PM-ലും എഴുതുമെന്ന്. നമുക്കറിയാം ഫാക്ടറിയുടെ പ്രവർത്തന സമയം രാവിലെ 6 മണി മുതൽ 9:30 വരെയാണ് രാത്രി. അപ്പൊ പ്രവർത്തിക്കാത്ത സമയം ഇതുപോലെ തന്നെ ആയിരിക്കില്ലേ? രാത്രി 9:30 മുതൽ രാവിലെ 6 മണി വരെ ഫാക്ടറി പ്രവർത്തിക്കുന്നില്ല. അപ്പൊ നമ്മൾ എന്തിനു എഴുതും? 9:30 PM മുതൽ 6:30 AM വരെ. ഇതാണ് ഫാക്ടറി പ്രവർത്തിക്കാത്ത സമയം. ക്ലിയർ ആയെന്ന് കരുതുന്നു ടീച്ചർ. ഇനി അടുത്ത ചോദ്യം. ഓരോ ഷിഫ്റ്റിലും എത്ര മണിക്കൂറാണ് പ്രവർത്തന സമയം? എത്ര മണിക്കൂറാണ് പ്രവർത്തന സമയം? ഓക്കെ. അപ്പൊ നമുക്ക് പറയാം ഫസ്റ്റ് ഷിഫ്റ്റ് 6 AM മുതൽ 2 PM വരെ അല്ലേ? അപ്പൊ നമുക്കറിയാം 6 AM to 2 PM ആണ്. അപ്പോ 6 AM to 12 PM എത്രയാ? രാവിലെ 6 മണി മുതലേ ഉച്ചയ്ക്ക് 12 മണി വരെ എത്ര സമയം ഉണ്ടായിരിക്കും? 6 മണിക്കൂർ അല്ലേ? രാവിലെ 6 മണി മുതലേ ഉച്ചയ്ക്ക് 12 മണി വരെ 6 മണിക്കൂർ അല്ലേ? 6 കഴിഞ്ഞാൽ 7, 8, 9, 10, 11, 12.
അപ്പൊ നമുക്കറിയാം 6 AM to 12 PM എന്ന് പറയുന്നത് 6 hours. ഇനി 12 PM ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ എത്ര മണിക്കൂറാ? 2 മണിക്കൂർ അല്ലേ? ഉച്ചയ്ക്ക് 12 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ 2 മണിക്കൂർ. അപ്പൊ ആകെ എത്ര മണിക്കൂറാ? രാവിലെ 8 മണിക്കൂർ. ഫസ്റ്റ് ഷിഫ്റ്റിന്റെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് 8 മണിക്കൂർ. ഇനി സെക്കൻഡ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 PM to 9:30 PM. 2 PM മുതൽ 9:30 PM വരെ. അപ്പോ 2 PM to 4 PM അല്ലേ? 2 PM മുതൽ 4 PM വരെ നമുക്ക് എത്ര എഴുതാം? 2 മണിക്കൂർ. 4 PM to 6 PM എത്രയാ? 2 മണിക്കൂർ. 6 PM to 8 PM 2 മണിക്കൂർ. 8 PM to 9 PM 1 മണിക്കൂർ. 9 PM to 9:30 PM എത്ര വരും? 30 minutes. അപ്പൊ എത്ര ആകെ കിട്ടുക? 2 + 2 4, 4 + 2 6, 6 × 7. അപ്പൊ എത്ര വരും? 7 മണിക്കൂർ 30 മിനിറ്റ് കേട്ടോ. സെക്കൻഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് 7 മണിക്കൂർ 30 മിനിറ്റ്. അപ്പോ ആ ഫാക്ടറി നമുക്കറിയാം ആകെ നമ്മൾ പഠിച്ചു 15 മണിക്കൂർ 30 മിനിറ്റ് ആണ്. അപ്പൊ 8 ഉം 7 15. അപ്പൊ കറക്റ്റ് നമ്മൾ ചെയ്തത് ഫസ്റ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് 8 മണിക്കൂറും സെക്കൻഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് 7 മണിക്കൂർ 30 മിനിറ്റ്. ക്ലിയർ ആയില്ലേ? ഇനി ഇതിലെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഇതിനൊരു വിശ്രമ സമയം കൊടുത്തിട്ടുണ്ട്. ഒന്നല്ല 2 ചോദ്യം ഉണ്ട്, അതുകൊണ്ട് പറയാം. അപ്പൊ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിശ്രമ സമയം കുറച്ചാൽ ഓരോ ഷിഫ്റ്റിലും എത്ര സമയം ജോലി ചെയ്യുന്നുണ്ട്? അപ്പൊ നമ്മൾ കണ്ടെത്തി ഫസ്റ്റ് ഷിഫ്റ്റില് പ്രവർത്തിക്കുന്ന സമയം എത്രയാ? 8 മണിക്കൂറാണ് പ്രവർത്തന സമയം. അതില് ഇത് വിശ്രമം എത്രയാ? വിശ്രമം 45 മിനിറ്റ് അല്ലേ? 8 മണിക്കൂറാണ് പ്രവർത്തന സമയം, വിശ്രമം 45 മിനിറ്റ്. അപ്പൊ ഈ വിശ്രമ സമയം കുറച്ചു കഴിഞ്ഞാല് എത്ര സമയം വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യേണ്ടത് എത്രയാ? 8 മണിക്കൂറിൽ നിന്ന് 45 മിനിറ്റ് കുറയ്ക്കണം അല്ലേ? അപ്പൊ ഇത് ചെയ്യാൻ ചിലപ്പോൾ പലർക്കും ബുദ്ധിമുട്ടുണ്ടാവും, പല തെറ്റുകൾ വരാം. അപ്പൊ ടീച്ചർ നേരത്തെ കണ്ണാടിയുടെ ഒരു കണക്ക് പറഞ്ഞത് ഓർമ്മയിട്ടുണ്ടാവും. പ്രതിബിംബം കണ്ടെത്താനായിട്ട് 11:60 നിന്ന് നമ്മൾ കുറച്ചു. അതുപോലെ 8 മണിക്കൂറിന് ടീച്ചർ ഇവിടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പത്തിൽ എഴുതാണ് 7:60 അല്ലെ? 7 മണിക്കൂർ 60 മിനിറ്റ് ചേർന്നാൽ 8 മണിക്കൂറായല്ലോ. അപ്പൊ 7:60 നിന്ന് നമുക്ക് 45 കുറയ്ക്കാൻ പറ്റും അല്ലേ? എളുപ്പത്തിൽ കുറയ്ക്കാൻ പറ്റും അല്ലെ? 45 മിനിറ്റ്. അപ്പൊ 60 നിന്ന് 45 കുറച്ച് നമുക്ക് എത്ര കിട്ടുക? 15 അല്ലേ? പിന്നീട് 7. അപ്പോ പ്രവർത്തന സമയം എത്രയാ? ഈ 45 മിനിറ്റ് വിശ്രമ സമയം കുറച്ചു കഴിഞ്ഞാൽ ആകെ പ്രവർത്തിക്കുന്ന സമയം എത്രയാ? 7 മണിക്കൂർ 15 മിനിറ്റ്. എത്രയാണ്? 7 മണിക്കൂർ 15 മിനിറ്റ്. ക്ലിയർ ആയോ? ഫസ്റ്റ് ഷിഫ്റ്റില് പ്രവർത്തന സമയം എന്ന് പറയുന്നത് വിശ്രമ സമയം ഒഴികെ പ്രവർത്തിക്കുന്നത് 7 മണിക്കൂർ 15 മിനിറ്റ്. ഇനി സെക്കൻഡ് ഷിഫ്റ്റിൽ നമ്മൾ കണ്ടെത്തി എത്രയായിരുന്നു? 7 മണിക്കൂർ 30 മിനിറ്റ് ആണ് ആകെ പ്രവർത്തന സമയം. ഇതിൽ വിശ്രമം എത്രയുണ്ട്? വിശ്രമ സമയം 35 മിനിറ്റ്. 35 മിനിറ്റ് ആണ് വിശ്രമ സമയം. നമ്മൾ ചെയ്യേണ്ടത് 7 മണിക്കൂർ
30 മിനിറ്റിൽ നിന്ന് 35 മിനിറ്റ് കുറയ്ക്കണം അല്ലേ? അപ്പൊ 7 മണിക്കൂർ 30 മിനിറ്റിൽ നിന്ന് ഇതിൽ നിന്ന് 30 മിനിറ്റ് ആദ്യം നമ്മൾ കുറയ്ക്കുക. അപ്പൊ 7 മണിക്കൂർ 30 മിനിറ്റ് കുറയ്ക്കണം 30 മിനിറ്റ്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? ഇതിങ്ങോട്ട് വെട്ടിപ്പോയി അല്ലേ, കുറച്ചു അല്ലേ? 30 മിനിറ്റ് കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയോടെ എത്ര കിട്ടി? 7 മണിക്കൂർ കിട്ടി. ഇനി നമുക്ക് എത്ര കുറയ്ക്കാനുള്ളത്? ഇവിടെ 5 മിനിറ്റിന് ബാലൻസ് ഉണ്ട് അല്ലേ? 7 മണിക്കൂറിൽ നിന്ന് 5 മിനിറ്റ് കുറയ്ക്കണം. അപ്പൊ എത്രയായിരിക്കും? 7 മണിക്കൂറിന് 5 മിനിറ്റ് കുറയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാല് 6 മണിക്കൂർ 55 മിനിറ്റ് അല്ലേ? 7 മണിക്കൂർ 30 മിനിറ്റിൽ നിന്ന് നമ്മൾ 35 മിനിറ്റ് ആണ് കുറയ്ക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം 30 മിനിറ്റ് ആദ്യം കുറയ്ക്കുക. 7 മണിക്കൂർ 30 മിനിറ്റിൽ നിന്ന് 30 മിനിറ്റ് കുറച്ച് നമുക്ക് എത്ര കിട്ടും? 7 മണിക്കൂർ കിട്ടും. പിന്നെ ഒരു 5 മിനിറ്റിന് ബാലൻസ് ഉണ്ടല്ലോ. അപ്പൊ വീണ്ടും 7 മണിക്കൂറിൽ നിന്ന് 5 മിനിറ്റിന് കുറയ്ക്കുക. അപ്പൊ 7 മണിക്കൂറിന് 5 മിനിറ്റ് കുറച്ചാൽ നമുക്കറിയാലോ 6 മണിക്കൂർ 55 മിനിറ്റ്. ഇതാണ് സെക്കൻഡ് ഷിഫ്റ്റില് പ്രവർത്തന സമയം. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടു ഓരോ ഷിഫ്റ്റിലും ഉള്ള തൊഴിലാളികൾ എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ടെന്ന്. ഇനി ഈ പ്രവർത്തന ചോദ്യത്തിന്റെ ഇതിൽ അവസാനത്തെ ഉപചോദ്യമാണ്, ഏത് ഷിഫ്റ്റിലെ തൊഴിലാളികളാണ് കൂടുതൽ സമയം ജോലി ചെയ്യുന്നത്? ഏത് ഷിഫ്റ്റിലെ തൊഴിലാളികളാണ്? ഇപ്പൊ നമ്മള് ഫസ്റ്റ് ഷിഫ്റ്റില് നമ്മൾ എത്ര മണിക്കൂറാണ് ജോലി ചെയ്യുന്നത് കണ്ടെത്തിയേ? 7 മണിക്കൂർ 15 മിനിറ്റ് അല്ലേ? ആകെ 8 മണിക്കൂറാണ്. അതിന് 45 മിനിറ്റ് വിശ്രമ സമയം കഴിഞ്ഞാൽ ബാക്കി 7 മണിക്കൂർ 15 മിനിറ്റ് തൊഴിലാളികൾ ജോലി ചെയ്യുന്നു. ഇനി സെക്കൻഡ് ഷിഫ്റ്റില് നമ്മൾ കണ്ടെത്തി 6 മണിക്കൂർ 55 മിനിറ്റ്. നോക്കൂ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഏത് ഷിഫ്റ്റിലെ തൊഴിലാളികളാണ്. ഒന്നാമത്തെ ഷിഫ്റ്റിലെ തൊഴിലാളികളാണ് കൂടുതൽ സമയം ജോലി ചെയ്യുന്നത്. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇത്രയാണ് ഈ തൊഴിൽ സമയം എന്ന പ്രവർത്തനത്തിൽ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 33 തന്നിട്ടുള്ള പ്രവർത്തനത്തിലുള്ളത്. ഇതുപോലെയുള്ള പല ചോദ്യങ്ങളും ഇതിന് തുടർന്നിട്ടുണ്ട്. എല്ലാവരും അതൊക്കെ നന്നായി ചെയ്തു പഠിക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് സമയവുമായി ബന്ധപ്പെട്ട LSSന് വരാവുന്ന ഏതാനും ചില ചോദ്യങ്ങൾ പരിചയപ്പെട്ടു. ഈ ഭാഗങ്ങളിൽ നിന്നാണ്, ഇപ്പോൾ ടീച്ചർ പറഞ്ഞ ഭാഗങ്ങളിൽ നിന്നാണ് പ്രധാനമായിട്ടും ചോദ്യങ്ങൾ വരാറ്. ഇനി ഈ സമയം തന്നെ പാഠത്തിൽ തന്നെ കലണ്ടർ എന്നൊരു പോർഷൻ കൂടി ഉണ്ട്. ആ ഭാഗത്തു നിന്ന് നമുക്ക് LSSന്റെ ചോദ്യങ്ങൾ ഉണ്ടാവും. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമാണെന്ന് ടീച്ചർ കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ടീച്ചർക്ക് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.